ഏവർക്കും നമസ്കാരം. ഞാൻ വിശാഖ് പാവുമ്പ. എല്ലാവർക്കും ചലഞ്ചർ ആപ്പിൻ്റെ പുതിയൊരു യൂട്യൂബ് ക്ലാസ്സിലേക്ക് സ്വാഗതം. കേട്ടിട്ട് പഠിക്കുന്ന ഏതൊരു ഉദ്യോഗാർത്ഥിക്കും തീർച്ചയായിട്ടും ഉപകാരപ്രദമായ മറ്റൊരു കണക്കിൻ്റെ ക്ലാസ്സുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇതുവരെയുള്ള ക്ലാസ്സുകൾ കാണാത്തവരോ അല്ലെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് നമ്മുടെ പ്ലേലിസ്റ്റ് ആക്കിയിരിക്കുന്ന നമ്മുടെ കണക്കിൻ്റെ ക്ലാസ്സുകൾ, അതേപോലെ ഇംഗ്ലീഷിൻ്റെ ക്ലാസ്സുകൾ, സൈക്കോളജി ക്ലാസ്സുകൾ, ജോഗ്രഫി ക്ലാസ്സുകൾ തുടങ്ങിയ എല്ലാ ക്ലാസ്സുകളും കണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നമ്മളെ അറിയിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ കമൻറ്റുകളുമാണ് അല്ലെങ്കിൽ മറ്റു നിങ്ങളുടെ ലൈക്കുകളുമാണ് നമ്മുടെ ഊർജ്ജം അല്ലെങ്കിൽ നമ്മുടെ ജീവൻ ടോൺ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കമൻറ്റുകൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അപ്പം വരാൻ പോകുന്ന കേട്ടിട്ട് പരീക്ഷയ്ക്ക് അത്യാവശ്യമായ കുറേയധികം വിവരങ്ങളുമായിട്ടാണ് ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ പ്രീവിയസ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. അപ്പോൾ പ്രീവിയസ് പഠിക്കുന്നതുകൊണ്ട് എന്താണ് ഗുണമെന്ന് ചോദിച്ചാൽ, മക്കളെ ഈ സെയിം മോഡലിലെ നമ്പറുകൾ മാത്രം മാറ്റിയിട്ടാണ് എപ്പോഴും ചോദിക്കാറുള്ളത് ചോദ്യങ്ങൾ. അതുകൊണ്ട് ഇത്തരം ചോദ്യങ്ങൾ ചെയ്ത് പഠിക്കുന്നതിലൂടെ അല്ലെങ്കിൽ നമ്പർ മാറ്റി നിങ്ങൾ സ്വന്തമായിട്ട് വേറെ ചോദ്യങ്ങൾ ഉണ്ടാക്കുന്നതിലൂടെ നിങ്ങൾ സ്വന്തമായിട്ട് ചോദ്യങ്ങൾ ഉണ്ടാക്കിയാൽ മക്കളെ ആ സാധനം സെറ്റാവും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഒരു ഉത്തരം കണ്ടുപിടിക്കുന്നതിലല്ല ചോദ്യം സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നതിലാണ് കാര്യം. ചോദ്യം സ്വന്തമായിട്ട് ഉണ്ടാക്കുമ്പം അതിനെന്തായാലും ഒരു ഉത്തരം ഉണ്ടായിരിക്കണം, കൃത്യമായിട്ടൊരു ഉത്തരം കിട്ടണം. അപ്പോൾ ഉത്തരം കിട്ടുന്ന രീതിയിൽ ചോദ്യം ഉണ്ടാക്കാൻ പഠിക്കലാണ് ഞാൻ എപ്പോഴും ഉദ്യോഗാർത്ഥികളോട് പറയുന്നത്. മക്കളെ ചോദ്യം ഉണ്ടാക്കാൻ നമ്മളെ കൊണ്ട് പറ്റിയാൽ ആ ഭാഗം മൊത്തം നമുക്ക് സെറ്റാവും എന്ന അർത്ഥം. അപ്പോൾ കൂടുതലായിട്ട് മറ്റൊന്നും പറയുന്നില്ല, നമ്മുടെ ആദ്യ ചോദ്യത്തിലോട്ട് കിടക്കുന്നു. നിങ്ങൾ ചോദ്യം ഉണ്ടാക്കാൻ പഠിക്കണേ മക്കളെ, ചോദ്യം ഉണ്ടാക്കാൻ പഠിക്കണേ. ഫസ്റ്റ് ചോദ്യം ഇങ്ങനെയാണ്: 2-1 3-1 ഇടയിലുള്ള ഭിന്നസംഖ്യ ഏത്? ചോദ്യം 2-1 3-1 ഇടയിലുള്ള ഭിന്നസംഖ്യ ഏത്? മക്കളെ ഇടയിലുള്ള ഭിന്നസംഖ്യ എന്നാണ് ചോദിക്കുന്നത്. ഇടയിലുള്ള ഭിന്നസംഖ്യ. ഇടയിലുള്ള ഭിന്നസംഖ്യ ചോദിക്കുമ്പോൾ മക്കളെ കേട്ടോണേ, 2-1 കേട്ടോ 3-1 ഇടയിലുള്ള ഭിന്നസംഖ്യയാണ് ചോദ്യം. നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, അതായത് എല്ലാവരും മക്കളെ ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ് ഇതാ. അതായത് ഒന്നാമത്തെ മെത്തേഡ് നിങ്ങൾ ചെയ്യേണ്ടത്, ഇടയിലുള്ള ഭിന്നസംഖ്യ ചോദിച്ചാൽ ഇവൻ്റെ ന്യൂമറേറ്ററും അതായത് അംശങ്ങൾ തമ്മിൽ കൂട്ടി അങ്ങ് എഴുതുക. അംശങ്ങൾ തമ്മിൽ കൂട്ടിയാൽ 1 1 കൂട്ടിയാൽ മക്കളെ 2. ഓക്കെ, അംശങ്ങളെ കൂട്ടിയാൽ 1 1 കൂട്ടിയാൽ 2. അടുത്ത ചേരങ്ങൾ തമ്മിൽ കൂട്ടി എഴുതുക. 2 3 കൂട്ടുക മക്കളെ, 2 3 കൂട്ടിയാൽ 5. അപ്പോൾ അംശങ്ങളെ കൂട്ടി അംശമായിട്ട് ഞാൻ എഴുതി. അംശങ്ങളെ കൂട്ടി അംശമായിട്ട് എഴുതി. ഡിവൈഡഡ് ബൈ ഛേദങ്ങളെ കൂട്ടി ഛേദമായിട്ട് എഴുത്. ഛേദങ്ങളെ കൂട്ടി ഛേദമായിട്ട് എഴുത് മക്കളെ, ഛേദങ്ങളെ കൂട്ടി ഛേദമായിട്ട് എഴുത്. 2/5. അംശങ്ങളെ കൂട്ടി അംശമായിട്ടും ഛേദങ്ങളെ കൂട്ടി ഛേദമായിട്ടും എഴുത്. ഇങ്ങനൊരു ഓപ്ഷൻ ഉണ്ടോ പറ. ഉണ്ട്, ഇങ്ങനൊരു ഓപ്ഷൻ ഉണ്ട് മക്കളെ. ഓപ്ഷൻ സി 2/5 ആണ് ഇവന്മാർക്കിടയിലുള്ള ഭിന്നസംഖ്യ. അപ്പം കുറച്ച് പേർക്കൊരു സംശയം വരും, ഇങ്ങനൊരു സാധനം ഇല്ലെങ്കിലോ എന്ന്. അത് ഞാൻ പറയാൻ വരുവാ, അങ്ങോട്ട് പറയാൻ വരുന്നേ ഉള്ളായിരുന്നു. മക്കളെ ഇങ്ങനൊരു സാധനം വരാതിരിക്കും, ഇത് വരാതെ ഇരിക്കും. നമ്മൾക്കിപ്പം അത്ര വേഗത്തിൽ നമുക്ക് ഉത്തരം കിട്ടണ്ട എന്ന് ക്വസ്റ്റ്യൻ ഇടുന്ന ഒരാൾ ചിന്തിച്ചാൽ 2/5 എന്നൊരു ഉത്തരം കിട്ടുമോ? കിട്ടത്തില്ല. അപ്പോൾ അത്ര വേഗത്തിൽ കിട്ടത്തില്ല. അതാ ഞാൻ പറഞ്ഞത്, ആദ്യം നിങ്ങൾ ഇത് ചെയ്യണം മക്കളെ. ആദ്യം ചെയ്യേണ്ടത് അംശങ്ങളെ കൂട്ടി അംശം, ചേരങ്ങളെ കൂട്ടി ചേരം, ഇത് എഴുതണം. ഉണ്ടെങ്കിൽ അതാണ് ഉത്തരം. ഇനി ഇതില്ല എന്ന് വെക്ക്, ഇതില്ല, നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ചോദ്യം 1/2 1/3 ഇടയിലുള്ള ഭിന്നസംഖ്യ. 1/2 1/3 ഇടയിലുള്ള ഭിന്നസംഖ്യ. നിങ്ങൾ ചെയ്യേണ്ടത് അവർ പറഞ്ഞിരിക്കുന്ന ഈ 2 സംഖ്യകളുടെയും മുകളിൽ മക്കളെ മുകളിൽ മാത്രം 2 പൂജ്യം അങ്ങ് ചേർക്ക്. 1 പൂജ്യം ചേർത്താൽ ചിലപ്പോൾ കിട്ടത്തില്ല, അതുകൊണ്ടാണ് 2 പൂജ്യം ചേർത്താൽ നമുക്ക് അത്യാവശ്യം എപ്പോഴും കിട്ടും. 2 പൂജ്യം ചേർക്ക് മക്കളെ, 2 പൂജ്യം ചേർക്ക്. എന്നിട്ട് ഹരിക്കണം. മുകളിൽ മാത്രം 2 പൂജ്യം ചേർക്കണം. അതേപോലെ ഓപ്ഷനിലും അവർ കൊടുത്തിരിക്കുന്ന എല്ലാ ഓപ്ഷനിലും നമ്മൾ മുകളിൽ മാത്രം 2 പൂജ്യം ചേർക്കും. അപ്പോൾ പറ 100/2 എന്ന് പറഞ്ഞാൽ 100/2 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 50. ഇനി 100/3 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 33.333. പോയിന്റ് എടുക്കണ്ട, കറക്റ്റ് ഹരണഫലം മാത്രം എടുത്താൽ മതി. അതായത് മക്കളെ 100/3 ചെയ്യുമ്പം
3 3 9 ശിഷ്ടം 1 10 വീണ്ടും 3 3 9 ശിഷ്ടം 1 മതി. ഇതാ 33. മക്കളെ എന്ത് മാത്രം എടുത്താൽ മതി? എന്ത് മാത്രം എടുത്താൽ മതി പറ? എടാ ഹരണഫലം മാത്രം എടുത്താൽ മതി. മനസ്സിലായോ? ഹരണഫലം മാത്രം എടുത്താൽ മതി. എങ്കിൽ ദാ 100/3 33 എന്ന് വരും. അപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം, എടാ 1/2നെ 50 എന്ന് വിളിക്കാം, 1/3യെ 33 എന്ന് വിളിക്കാം. അതായത് 33നും 50നും ഇടയിലുള്ള ഭിന്നസംഖ്യ ഏത് അല്ലെങ്കിൽ സംഖ്യ ഏത് എന്ന് വിളിക്കാം. ഇനി 4 ഓപ്ഷൻ നോക്കി മക്കളെ. 1/4 ഉണ്ട്. 1/4 ഫസ്റ്റ് ഓപ്ഷൻ 1/4 ആണ്. അവൻ്റെ മുകളിൽ ഞാൻ 2 0 ചേർക്കുക. കേട്ടോണേ. സെക്കൻഡ് ഓപ്ഷൻ 2/4 ആണ്. അവൻ്റെയും മുകളിൽ മാത്രം ഞാൻ 2 0 ചേർക്കുക. തേർഡ് ഓപ്ഷൻ മക്കളെ 2/5 ആണ്. അവൻ്റെയും മുകളിൽ മാത്രം ഞാൻ 2 0 ചേർക്കുക. ഫോർത്ത് ഓപ്ഷൻ മക്കളെ 1/6 ആണ്. അവൻ്റെയും മുകളിൽ മാത്രം ഞാൻ 2 0 ചേർത്ത്. എടാ ഇവന്മാരെ എന്ത് ചെയ്തോ അത് തന്നെ ഓപ്ഷനും ചെയ്യണം. മനസ്സിലായോ മക്കളെ? 100/4 എന്ന് പറഞ്ഞാൽ 25. നിങ്ങൾ നോക്കിയിട്ട് പറ, 50ൻ്റെയും 33ൻ്റെയും ഇടയിലാണോ 25? അല്ല. എടാ അല്ല. അടുത്ത 200/4. 200നെ നിങ്ങൾ 4 കൊണ്ട് ഹരിച്ചാൽ മക്കളെ 50 എന്ന് കിട്ടും. 50. എടാ 50ൻ്റെയും 33ൻ്റെ ഇടയിലാണോ 50? 50ൻ്റെയും 33ൻ്റെ ഇടയിലാണോ 50? 50ൻ്റെയും 33ൻ്റെ ഇടയിലല്ല. കറക്റ്റ് 50 തന്നെ, ഇടയിൽ വരുന്നില്ല. 200/5 എത്ര മക്കളെ? എടാ 200/5 നിങ്ങൾ ചെയ്താൽ മക്കളെ 40 എന്ന് വരും. 40. ഇനി ആലോചിച്ചിട്ട് പറ, 30ൻ്റെയും 50ൻ്റെ ഇടയിലല്ലേ 40? ആണ്, ഇടയിലാണ് 40. എങ്കിൽ അതുകൊണ്ട് തന്നെ എടാ ഇവനും ഇടയിലുള്ള ഭിന്നസംഖ്യ ഓപ്ഷൻ സി 2/5 ആണ്. ഇവനെയും കൂടെ നോക്കാം. 100/6 ചെയ്താൽ 10 6 ഒരു തവണ. ശിഷ്ടം 4 40 6 36 16 എന്ന് വരും മക്കളെ. 16. എടാ 16 നിങ്ങൾ നോക്കിയാൽ മതി. ഹരണഫലം മാത്രം മതി. പിന്നെ ശിഷ്ടം എടുക്കാനും പോകണ്ട, പോയിന്റ് ഇടാനും പോകണ്ട. പോയിന്റ് ഒന്നും ഇടല്ലേ. ഹരണഫലം എവിടെ കിട്ടുന്നു അവിടെ നിർത്തിയാലേ 16 കിട്ടും. പറ എടാ 33ൻ്റെ 50ൻ്റെ ഇടയിലാണോ 16? അല്ല, ആകെപ്പാടെ 40 കിട്ടിയുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഉത്തരം ഓപ്ഷൻ സി 2/5. ക്ലിയർ ആണോ? പറഞ്ഞത് മനസ്സിലായോ? എടാ ഒരു ചോദ്യം ഞാൻ പറയും, നോക്ക്. 5-1നും 4-1നും ഇടയിലുള്ള ഭിന്നസംഖ്യ ഏത്? ചോദ്യം മക്കളെ, 5-1നും 4-1നും ഇടയിലുള്ള ഭിന്നസംഖ്യയാണ് ചോദിക്കുന്നത്. ഞാൻ ആദ്യം നിങ്ങളോട് പറഞ്ഞ എന്ത് നോക്കണമെന്നാ? എടാ അംശങ്ങളെ കൂട്ടി അംശമായിട്ട് എഴുത്. 1 ഒന്നുകൂടെ കൂട്ടിയ 2. അടുത്ത 5ഉം 4 കൂട്ടിയ മക്കളെ ചേരങ്ങളെ കൂട്ടി ചേരമായിട്ട് എഴുത്. 5ഉം 4 കൂട്ടിയ 9. പറ ഓപ്ഷനിൽ മക്കളെ 2/9 ഉണ്ടോ? എടാ 2/9 ഉണ്ടോ? ഇല്ല. 2/9 ഇല്ല. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അതാണ് ഞാൻ രണ്ടാമത്തെയും കൂടെ സ്റ്റെപ്പ് പറഞ്ഞത്. എടാ ഇങ്ങനെ ചെയ്യുമ്പം 1 ഒന്നുകൂടെ കൂട്ടി 2 ഡിവൈഡഡ് ബൈ 5ഉം 4 കൂട്ടി 9. എടാ 2/9 ഓപ്ഷനിൽ ഉണ്ടോ? പിന്നെ ആരെയും നിങ്ങൾ തിരയാൻ പോകരുത്. 2/9 ആയിരിക്കും ഉത്തരം. എന്നാൽ ഇങ്ങനൊരു ഓപ്ഷൻ ഇല്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞത് പറ മക്കളെ. എടാ നമുക്ക് വേണ്ടത് 1/5ൻ്റെയും 1/4ൻ്റെയും ഇടയിലുള്ള ഭിന്നസംഖ്യ. ഞാൻ മുകളിൽ മാത്രം മക്കളെ 2 0 ചേർക്കുക. 2 0. 100/5 എത്ര? എടാ 10/5 2 പിന്നെ ഒരു 0 20. 100/4 എന്ന് പറഞ്ഞാൽ മക്കളെ 25. എടാ 20നും 25നും ഇടയിലുള്ള സംഖ്യ കണ്ടെത്തിയാൽ മതി. നമ്മുടെ ഫസ്റ്റ് ഓപ്ഷൻ 6/7. 6/7 മുകളിൽ മാത്രം ഞാൻ 2 0 ചേർക്കുക. അടുത്ത രണ്ടാമത്തെ ഓപ്ഷൻ 3/5. മുകളിൽ മാത്രം ഞാൻ 2 0 ചേർക്കുക. 300/5. അടുത്തത് 2/3. മുകളിൽ മാത്രം 2 0 ചേർത്താൽ 200/3. അടുത്തത് മക്കളെ 3/14. അതായത് മുകളിൽ മാത്രം 2 0 ചേർക്കുമ്പോൾ 300/14. നോക്കാം. എടാ 60 7 എത്ര കേട്ടോ? 60 നമുക്കറിയാം 7 8 56. 8 തവണ 56. എടാ 60 മാത്രം ഉണ്ട് 56. ശിഷ്ടം അവിടെ 4 ഉണ്ട്. ആ 4 എടുത്ത് ഈ 0-നോടൊപ്പം ചേർത്ത് വായിക്കുമ്പം 40 എന്ന് വരും. എടാ 60നെ മാത്രം വെട്ടുമ്പോൾ 7 8 വെട്ടം 56. ശിഷ്ടം മക്കളെ 4 ഉണ്ട്. 4 എടുത്ത് ഈ 0-നോടൊപ്പം ചേർത്ത് വായിക്കുമ്പോൾ 40. 40 7 എത്ര വെട്ടം? 7 5 35. അപ്പോൾ 85 എന്ന് വരും മക്കളെ. 85. ബാക്കി ശിഷ്ടമൊക്കെ ഉണ്ട്, പരിഗണിക്കണ്ട, നോക്കണ്ട. നിങ്ങൾ വേണേൽ 600നെ മാറ്റി ഹരിച്ച് നോക്കി 7 ഉണ്ട് മക്കളെ. 300/5 എട്ടുമ്പം 6 വെട്ടം 30 6 5 30. ഒരു 0 കറക്റ്റ് 60 എന്ന് വരും. കറക്റ്റ് 60. 200/3 ചെയ്യുമ്പം മക്കളെ 6 3 20 6 3 18. ശിഷ്ടം 2 ഉണ്ട്. 20 വീണ്ടും 0-നോടൊപ്പം ചേർത്ത് 2 കൊടുക്കുമ്പോൾ 20. വീണ്ടും 6 3 18 66 എന്ന് വരും. 30 14 മക്കളെ 2 തവണ അല്ലേ?
എടാ 30-നകത്ത് 14 2 തവണ 2 14 28 മക്കളെ 30-നകത്ത് 28 ബാക്കി 2 ശിഷ്ടമുണ്ടേ ആ 2 എടുത്ത് ഇപ്പുറത്ത് കിട്ടുമ്പോൾ 20-നകത്ത് 14 വീണ്ടും ഒരു വട്ടമേ ഉള്ളൂ 21 വരും പറ എടാ 20-ൻ്റെയും 25-ൻ്റെയും ഇടയിലുള്ള സംഖ്യ ഏതാ 85 ആണോ അല്ല 60 ആണോ അല്ല 66 ആണോ അല്ല 21 അല്ലേ ആണ് അതുകൊണ്ട് മക്കളെ നമ്മുടെ ശരിയുത്തരം ഓപ്ഷൻ ഡി 3/14 മനസ്സിലായോ ഓക്കെ അല്ലേ ദാ നമ്മൾക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം ഒരു സമഭുജ സാമാന്തരികത്തിൻ്റെ 2 വികർണങ്ങൾ 16 സെൻറ്റിമീറ്റർ 12 സെൻറ്റിമീറ്റർ ആയാൽ ചുറ്റളവ് എത്ര എന്നാണ് ചോദിക്കുന്നത് ഒരു സമഭുജ സാമാന്തരികം മക്കളെ എന്താണെന്നറിയണം സമഭുജ സാമാന്തരികം എടാ റോംബസ് എന്ന് ഇംഗ്ലീഷ് സമഭുജ സാമാന്തരികം അഥവാ റോംബസ് കേട്ടോ റോംബസ് എന്ന് ഇംഗ്ലീഷ് റോംബസ് സമഭുജ സാമാന്തരികം മക്കളെ സമഭുജ സാമാന്തരികത്തിൻ്റെ പ്രത്യേകത എന്തെന്നാൽ എടാ സമഭുജം സമമാണ് ഭുജം മീൻസ് വശം എടാ എല്ലാ വശങ്ങളും തുല്യമാണ് സമഭുജമാണ് ഓക്കെ ഇനി അതിൻ്റെ വികർണങ്ങൾ ദാ ഒരു പ്രത്യേകത പഠിക്കണം മക്കളെ ഇതിൻ്റെ വികർണങ്ങൾ മക്കളെ വികർണം ഡയഗണൽസ് പരസ്പരം ലംബ സമഭാജികളായിരിക്കും പരസ്പരം ലംബ സമഭാജികൾ പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് വിച്ച് മീൻസ് എടാ പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ ലംബം ഇവിടെ എല്ലാം മക്കളെ 90 ഡിഗ്രി ആയിരിക്കും ഉണ്ടാകുന്നത് 90 ഡിഗ്രി മനസ്സിലായോ പെർപെൻഡിക്കുലർ ആയിരിക്കും മാത്രമല്ല ബൈസെക്റ്റ് ചെയ്യും എന്ന് പറഞ്ഞാൽ സമഭാഗം എടാ ഇവനും തുല്യമാണ് അതുപോലെ ഇവനും തുല്യമാണ് മക്കളെ മനസ്സിലായോ എടാ ഇവന്മാർ ഈക്വൽ ആയിരിക്കും അതുപോലെ ഇവന്മാരും ഈക്വൽ ആയിരിക്കും പറഞ്ഞത് മനസ്സിലായോ എടാ ഇതാണ് ഇവന്മാരുടെ പ്രത്യേകത ഈ പ്രത്യേകത നിങ്ങൾക്ക് അറിയാമെങ്കിൽ വളരെ സിമ്പിളാണ് എടാ ഇവനും തുല്യോ അവന്മാർ രണ്ടും തുല്യോ ഓക്കെ ഇവനും തുല്യോ ഓക്കെ ഇനി സമഭുജം ആയതുകൊണ്ട് ഇതും ഈ 4 വശങ്ങളും മക്കളെ തുല്യമാണ് ക്ലിയർ ആണോ എങ്കിൽ പറ സമഭുജ സാമാന്തരികത്തിൻ്റെ 2 വികരണങ്ങൾ മക്കളെ 16 സെൻറ്റിമീറ്ററും 12 സെൻറ്റിമീറ്ററും 16ഉം 12ഉം അപ്പം ഞാൻ ഇവനെ 16 എന്ന് വിളിച്ചാൽ മക്കളെ ഇവൻ മൊത്തം 16 എങ്കിൽ ഇവിടെ 8 അല്ലേടാ ആണ് ഇവിടെയും 8 അല്ലേടാ ആണ് സമഭുജ സാമാന്തരികോ ഇനി ഈ വികരണം മക്കളെ മൊത്തം 12 എങ്കിൽ ഇവിടെ 6 അല്ലേടാ ആണ് ഇവിടെയും 6 ആണ് എങ്കിൽ ഇവൻ്റെ ചുറ്റളവാണ് നമുക്ക് വേണ്ടത് എടാ ചുറ്റളവ് കാണുക എന്ന് പറഞ്ഞാൽ ഈ വശം പ്ലസ് ഈ വശം അതിന് ഞാൻ ഒരു വശം കണ്ടുപിടിക്കുമോ അതിന് ഞാൻ ഈ ഒരു ത്രികോണം മാത്രം എടുക്കുക മക്കളെ ഈ ഒരു ത്രികോണം മാത്രം ഞാനൊന്ന് നേരെ വരച്ച് കാണിച്ചു തരാം ഇങ്ങനെ വരത്തില്ലേ വരും ഈ വശമാണ് മക്കളെ ഇവിടെ ഈ വശമാണ് മക്കളെ ഇവിടെ എങ്കിൽ ഈ വശമല്ലേ ഇത് ആണ് അപ്പം നമ്മുടെ മട്ടത്രികോണത്തിന് എന്ത് കണ്ടുപിടിച്ചാൽ മതി കർണം കണ്ടുപിടിച്ചാൽ മതി കർണം കാണാൻ നമുക്കറിയാം റൂട്ട് ഓഫ് പാദത്തിൻ്റെ സ്ക്വയർ പ്ലസ് ലംബത്തിൻ്റെ സ്ക്വയർ ഇനി ഒന്നുമില്ല എടാ 6ൻ്റെ സ്ക്വയർ അധികം 8ൻ്റെ സ്ക്വയർ റൂട്ട് ഓഫ് 6ൻ്റെ സ്ക്വയർ അധികം 8ൻ്റെ സ്ക്വയർ ചെയ്യുമ്പം 36 അധികം 64 എന്ന് പറഞ്ഞാൽ റൂട്ട് 100 വരും എന്ന് പറഞ്ഞാൽ മക്കളെ 10 വരും അതായത് ഇവിടെ 10 കിട്ടും ഓക്കെ ആണോ ഇവിടെ 10 കിട്ടും ക്ലിയർ ആണോ ഇനി പറ ഇവൻ്റെ ചുറ്റളവ് വേണം എനിക്കറിയാം ഈ വശവും ഈ വശവും തുല്യമാണ് എങ്കിൽ ഇവിടെ 10 ഇവിടെ 10 ഇവിടെ 10 ഇവിടെ 10 എടാ 10 40 സെൻറ്റിമീറ്റർ ആണ് നമ്മുടെ സമഭുജ സാമാന്തരികത്തിൻ്റെ ചുറ്റളവ് മനസ്സിലായോ എളുപ്പമല്ലേ അടുത്ത ചോദ്യത്തിലോട്ട് പോകുന്നു മക്കളെ 5 ബെല്ലുകൾ 5 10 15 20 25 മിനിറ്റുകൾ ഇടവിട്ട് അടിക്കുന്നു ഇവ ഒരുമിച്ച് രാവിലെ 6 മണിക്ക് മണി അടിച്ചാൽ അടുത്ത ഒന്നിക്കുന്ന സമയം ഏത് ഇതാണ് ചോദ്യം മക്കളെ 5 ബെല്ലുകൾ മക്കളെ ബെല്ലടിക്കുന്ന എങ്ങനെയൊക്കെയാ പറ 5 മിനിറ്റ് കൂടുമ്പോൾ അടിക്കും 10 മിനിറ്റ് കൂടുമ്പോൾ അടിക്കും 15 മിനിറ്റ് കൂടുമ്പോൾ അടിക്കും 20 മിനിറ്റ് കൂടുമ്പോൾ അടിക്കും 25 മിനിറ്റ് കൂടുമ്പോൾ അടിക്കും അങ്ങനെ 5 വെറൈറ്റി ബെല്ലുകളുണ്ട്
എങ്കിൽ ഇവയെല്ലാം കൂടെ ഒരുമിച്ച് ഒരു ദിവസം രാവിലെ 6 മണിക്ക്, മക്കളെ രാവിലെ 6 മണിക്ക് 6 AM അടിച്ചത്. എടാ രാവിലെ 6 AM അടിച്ചത്, 6 AM. എങ്കിൽ ഇനി അടുത്ത ഒന്നിച്ച് മണി അടിക്കുന്ന സമയം ഏത് എന്നാണ് നമ്മുടെ ചോദ്യം. നിങ്ങൾ ആലോചിക്കുക, ഇവർ 5 പേരൂടെ ദാ ഇത്രയും ഇടവിട്ടാണ് അടിക്കുന്നത്. എങ്കിൽ ഇവർ 5 പേരുടെ ഒരുമിച്ചടിക്കണമെങ്കിൽ ദാ എത്ര സമയം ഗ്യാപ്പ് വേണം എന്ന് കണ്ടുപിടിക്കാൻ ഇവരുടെ LCM എടുത്താൽ മതി. അതിന് കാരണം എന്താണെന്നറിയോ? എന്താണ് LCM എന്നറിയാമോ? എടാ ഇവരുടെ എല്ലാവരുടെയും പൊതുവായി വരുന്ന ഏറ്റവും ആദ്യത്തെ ഗുണിതം, അതായത് 5ന്റെ ഗുണിതത്തിലും 10ന്റെ ഗുണിതത്തിലും 15ന്റെ ഗുണിതത്തിലും 20ന്റെ ഗുണിതത്തിലും 25ന്റെ ഗുണിതത്തിലും മക്കളെ ഏറ്റവും ആദ്യമായിട്ട് വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ, അതായത് 5, 10, 15 ഇങ്ങനെ എഴുതി നോക്കുമ്പോൾ 10, 20, 30, അതായത് 15ന് 30, 45, 60, 20ന് 40, 60, 80, 100, 25ന് 25, 50, 75, 100 അങ്ങനെ എഴുതി നോക്കുമ്പം എല്ലാവരിലും പൊതുവായിട്ട് വരുന്ന ആദ്യമായൊരു ഗുണിതമുണ്ട്. അവരെയാണ് നമ്മൾ LCM എന്ന് വിളിക്കുന്നത്. എങ്കിൽ മക്കളെ ഇവർ ഒരുമിച്ച് അടിക്കണമെങ്കിൽ, ഇവർ ഒരുമിച്ച് മണി അടിക്കണമെങ്കിൽ ഇവരുടെ ആ ഒരു ഗുണിതത്തിലല്ല അടിക്കത്തുള്ളൂ. ഇവർ ഒരുമിച്ച് മണി അടിക്കണമെങ്കിൽ ഇവന്മാരെല്ലാവരുടെ ആ പൊതുവായ ഗുണിതത്തിൽ ഇവന്മാരുടെ ഇവന്മാർക്ക് എല്ലാവർക്കും പൊതുവായിട്ട് വരുന്ന ഒരു ഗുണിതമുണ്ട്. ഇവന്മാർക്ക് എല്ലാവർക്കും ആ പൊതുവായിട്ട് വരുന്ന ഗുണിതത്തിലല്ല ഇവർ ഒരുമിച്ച് അടിക്കത്തുള്ളൂ. അതെ അതുകൊണ്ട് ആ പൊതുവായ ഗുണിതത്തെ നമ്മൾ വിളിക്കുന്നവരാണ് LCM. LCM എന്താ? ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. എടാ എല്ലാവരിലും വരുന്ന കോമൺ ആയിട്ടുള്ള മൾട്ടിപ്പിൾ അല്ലേ, ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. നമ്മൾ അതുകൊണ്ട് ഈ 5 ബെല്ലുകൾ ഒരുമിച്ചടിക്കാൻ മിനിമം എത്ര സമയം വേണമെന്നറിയാൻ ഇവരുടെ LCM കണ്ടെത്തണം. അപ്പോൾ നമുക്ക് 5 കൊണ്ട് ഹരിക്കാം. 1, 10നകത്ത് 5 2, 15നകത്ത് 5 3, 20നകത്ത് 5 4, 25നകത്ത് 5, 2നെയും 4നെയും വീണ്ടും 2 കൊണ്ട് ഹരിക്കാം. അപ്പോൾ 1, 3നകത്ത് 2 ഇല്ല, 3 താത്തെഴുതി. 4നകത്ത് 2 കൃത്യമായിട്ട് 2 വട്ടം. 5നകത്ത് 2 നിശേഷം പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് നമ്മൾ 5 തന്നെ താത്തെഴുതും. ഇനി ഹരിക്കാനൊന്നുമില്ല. നമ്മൾ LCM എടുക്കുമ്പം മക്കളെ 5 × 2 10 അവിടെ ഇരിക്കട്ടെ. വീണ്ടും 5 × 2 10 അവിടെ ഇരിക്കട്ടെ. 10 × 10 100. 100 × 3 ഉണ്ടേ, 100 × 3 ഇതാ 300 എന്ന് വരും. 300 എന്താ മക്കളെ? മിനിറ്റ്. എടാ 300 എന്താ? മിനിറ്റ്. കാരണം എന്താ? ഇതെല്ലാം മിനിറ്റാ. അതുകൊണ്ട് തന്നെ മനസ്സിലായി ഇവർ ഒരുമിച്ച് മണി അടിക്കണമെങ്കിൽ മക്കളെ മിനിമം 300 മിനിറ്റ് കഴിയണം. 300 മിനിറ്റ് കഴിയണം. ഇവർ ഒരുമിച്ച് മണി അടിക്കണമെങ്കിൽ മക്കളെ 300 മിനിറ്റ് കഴിയണം. ഈ 300 മിനിറ്റ് ഒക്കെ കൂട്ടുക എന്ന് പറഞ്ഞാൽ പാടല്ലേ? അപ്പം 300 മിനിറ്റ് എത്ര മണിക്കൂറാണെന്ന് കണ്ടുപിടിക്കണം. അതെങ്ങനെ കണ്ടുപിടിക്കും? നമുക്കറിയാം 60 മിനിറ്റ് കൂടിയിരിക്കുമ്പം 1 മണിക്കൂറാണ്. എടാ 60 മിനിറ്റ് കൂടിയിരിക്കുമ്പം 1 മണിക്കൂറാണ്. അപ്പം 300 മിനിറ്റിൽ എത്ര മണിക്കൂറുണ്ടെന്നറിയാൻ 300നെ 60 കൊണ്ട് ഹരിച്ചാൽ മതി. 300/60 0.08 30/6 5. അതായത് ഈ 5 ബെല്ലുകളും ഒരുമിച്ച് മണിയടിക്കണമെങ്കിൽ മക്കളെ 300 മിനിറ്റ് കഴിയണം, അല്ലെങ്കിൽ 5 മണിക്കൂർ കഴിയണം. 5 മണിക്കൂർ. നമുക്കറിയാം ഇവരെല്ലാവരും കൂടെ രാവിലെ 6 മണിക്ക് അടിച്ചത്. എങ്കിൽ 6 മണി കഴിഞ്ഞ് പിന്നൊരു 5 മണിക്കൂറുടെ കഴിയുമ്പം രാവിലെ 6 മണി കഴിഞ്ഞ് 1 മണിക്കൂറായാൽ 7, 8, 9, 10, 11. അതായത് രാവിലെ 11 AM ഇവന്മാർ അടുത്ത മണി അടിക്കാൻ പോകുന്നത്. മനസ്സിലായോ? പിടികിട്ടിയോ? അടുത്ത ചോദ്യത്തിലോട്ട്. തന്നിരിക്കുന്ന സമവാക്യത്തിലെ കെയുടെ വില എത്ര? മക്കളെ 1 ഉണ്ട്, 4 ഉണ്ട്, 3 ഉണ്ട്, 2 ഉണ്ട് ഓപ്ഷനിൽ. ഇതാണ് തന്നിരിക്കുന്ന സമവാക്യം. ഓക്കെ നോക്കി. എടാ സമവാക്യം ഞാനൊന്ന് റീറൈറ്റ് ചെയ്യാം. 2k+1 ഇൻറ്റു 2⁵ ഈക്വൽ ടു 2⁷. എങ്കിൽ കെയുടെ വില എത്ര? ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മുടെ കൃത്യംഗങ്ങൾ എന്ന പാഠവുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമോ. അതിന് എടാ കെയുടെ വില കണ്ടുപിടിക്കാൻ കെ എന്തായാലും ഇടത് സൈഡിൽ തന്നെ എഴുതണം. അപ്പോൾ കെ എഴുതുമ്പോൾ കെയുടെ കൂടെയുള്ള +1 എഴുതണം. ഇനി അവരന്മാരെ മാത്രം എഴുതിയാൽ പോരാ. ഇവന്മാരുടെ ബേസായ ഈ 2നെയും ഇവിടെ തന്നെ എഴുതണം, ഈ 2നെയും ഇവിടെ തന്നെ എഴുതണം. ഓക്കെ ആണോ? അപ്പോൾ ഇവന്മാരെ സെറ്റോടെ നമ്മൾ ഇടത് സൈഡിൽ തന്നെ എഴുതും. എങ്ങനെ എഴുതും പറ? 2k+1 എന്ന് എഴുതും. ഇവനെ അങ്ങ് അപ്പുറത്തും ഉണ്ടാവും, ഇവനെ ഇപ്പുറത്തും കൊണ്ടുവരാം. അപ്പോൾ ഈക്വൽ ടു 2⁷ ഉണ്ട്. മക്കളെ ഇവിടെ ഗുണിച്ചിരിക്കുന്ന 2⁵. അപ്പുറത്ത് പോകുമ്പോൾ എന്താവും? ഹരണം 2⁵ ആകത്തില്ലേ? ഇവിടുത്തെ ഗുണനം മാറി അപ്പുറത്ത് പോകുമ്പോൾ ഹരണമാവും. ഇനി പറ ഇത് ഏത് രൂപത്തിലാണ്?
നമ്മുടെ കൃത്യങ്ക നിയമം അറിയാവുന്നവരാണെങ്കിൽ പറ. എ റൈസ് ടു എം ബൈ എ റൈസ് ടു എൻ എന്ന രൂപത്തിലാണ്. എ റൈസ് ടു എം ബൈ എ റൈസ് ടു എൻ. എടാ എ റൈസ് ടു എം ബൈ എ റൈസ് ടു എൻ എന്ന് പറയുന്നത് എ റൈസ് ടു എം മൈനസ് എൻ അല്ലേ? ഒന്നുകൂടെ പറയാം. എ റൈസ് ടു എം ബൈ എ റൈസ് ടു എൻ വിച്ച് മീൻസ് എ റൈസ് ടു എം മൈനസ് എൻ. എങ്കിൽ മക്കളെ 2 റൈസ് ടു കെ പ്ലസ് 1 ഈക്വൽ ടു 2 റൈസ് ടു, അതായത് എ എങ്ങനെ എഴുതി 7 5 കുറയ്ക്കും 2 വരും. ശരിയാണോ? 2 വരും. ക്ലിയർ? ഇനി പറ. എടാ സമചിഹ്നത്തിന് ഇടതുവശത്തും വലതുവശത്തും ഒരേ ബേസ് വന്നില്ലേ? ഒരേ ബേസ് വന്നില്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ടിടത്തെയും ബേസിനെ ഞാൻ ക്യാൻസൽ ചെയ്യുക. ബേസ് ഈക്വലാ എങ്കിൽ ഓട്ടോമാറ്റിക്കലി മക്കളെ പവറുകൾ ഈക്വൽ ആയിരിക്കും. അതായത് കെ പ്ലസ് 1 ഈക്വൽ ടു 2. എടാ ബേസുകൾ ഈക്വൽ ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി പവറുകൾ ഈക്വലാ എങ്കിൽ കെ പ്ലസ് 1 ഈക്വൽ ടു 2. ഓക്കെ, എങ്കിൽ കെ ഈക്വൽ ടു 2 പ്ലസ് 1 അപ്പുറത്ത് പോകുമ്പോൾ -1 എന്ന് പറഞ്ഞാൽ 1 വരും. കെയുടെ വില മക്കളെ 1. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. മനസ്സിലായോ? ക്ലിയർ ആണോ? ദാ അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. വശങ്ങളുടെ നീളം 1.5 മീറ്റർ ആയ സമചതുരത്തിൻ്റെ പരപ്പളവ് എത്രയാണ്? വശങ്ങളുടെ നീളം 1.5 മീറ്റർ ആയ സമചതുരം. മക്കളെ വശങ്ങളുടെ നീളം 1.5 മീറ്റർ ആയ സമചതുരം. എടാ സമചതുരമാണ്. സമചതുരം 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 സ്ക്വയർ എന്ന് പറഞ്ഞാൽ സമം. ഇവനും തുല്യം, ദാ ഇവനും തുല്യമാണ്. എടാ ഇവിടെയും 1.5 ഇവിടെയും 1.5 അല്ലേ? കാര്യം വശങ്ങളുടെ നീളം 1.5 മീറ്റർ എന്ന് പറയുന്നു. എടാ സമചതുരമാണ്. നമുക്കറിയാം സമചതുരമാകുമ്പോൾ എല്ലാ വശങ്ങളും തുല്യമാണ്. അപ്പോൾ ഇവിടെ 1.5 ഇവിടെ 1.5 ഇവിടെ 1.5 ഇവിടെ 1.5. ഇതിൻ്റെ പരപ്പളവ് എത്രയാണെന്നാണ് ചോദിക്കുന്നത്. നമുക്കറിയാം ഒരു സമചതുരത്തിൻ്റെ അഥവാ സ്ക്വയറിൻ്റെ പരപ്പളവ് ഏരിയ കാണാൻ വശം ഗുണം വശം, അതായത് എ ഗുണം എ അല്ലേ? എ ഗുണം എ അഥവാ എ സ്ക്വയർ. എടാ എ ഗുണം എ എന്ന് പറഞ്ഞാൽ എന്താ പറ? 1.5യുടെ അതായത് 1.5 മീറ്ററിൻ്റെ എന്ത് കണ്ടുപിടിച്ചാൽ മതി? സ്ക്വയർ കണ്ടുപിടിച്ചാൽ മതി. നമുക്കറിയാം എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? എ ഗുണം എ അല്ലേടാ? എടാ വശം ഗുണം വശം. അപ്പോൾ വശം ഗുണം വശത്തെ എ ഗുണം എ നമുക്ക് എ സ്ക്വയർ എന്ന് എഴുതാം. അപ്പം ഇവിടെ വശം 1.5 1.5യുടെ സ്ക്വയർ. ഇനി പറ സ്ക്വയർ എടുക്കാൻ ഞാൻ നിങ്ങളോട് എപ്പോഴും പറയുന്നതാണ് മക്കളെ, ആദ്യം ഈ കൊടുത്തിരിക്കുന്ന മിശ്രഭിന്നത്തിനെ വിഷമഭിന്നമാക്കി മാറ്റണമെന്ന് ഞാൻ എപ്പോഴും പറയുന്നതാണ്. ഈ കൊടുത്തിരിക്കുന്ന മിശ്രഭിന്നത്തിനെ മക്കളെ വിഷമഭിന്നമാക്കി മാറ്റണം. അതിന് 2നെ താഴെ തന്നെ എഴുതി. 1 2 2. ആ 2നോട് മുകളിലത്തെ ഈ 1 കൂട്ടും അല്ലേ? ആദ്യം ഇങ്ങനെ ഗുണിക്കും. 1 2 2 അതിനോടൊന്ന് കൂട്ടും. 2 1 കൂട്ടിയാൽ 3. മക്കളെ 3/2 എന്ന് വരും. 3/2 ദി ഹോൾ സ്ക്വയർ. ഇനി നമ്മൾ സ്ക്വയർ എടുക്കും. 3ൻ്റെ സ്ക്വയർ പറ. 3ൻ്റെ സ്ക്വയർ മക്കളെ 9. 2ൻ്റെ സ്ക്വയർ പറ മക്കളെ 4. 9/4 നമ്മുടെ ഉത്തരം. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മുടെ ഓപ്ഷനിൽ 9/4 ഇല്ല. മനസ്സിലായോ? 3ൻ്റെ സ്ക്വയർ 9, 2ൻ്റെ സ്ക്വയർ 4. അപ്പോൾ നമുക്ക് പിന്നെ എന്ത് ചെയ്യുന്നതിനെ? ഇതിനെ 9നെ 4 കൊണ്ട് ഹരിച്ച് മിശ്രഭിന്നം എടുക്കാം. അപ്പോൾ 9നെ 4 കൊണ്ട് ഹരിക്കുമ്പം 2 4 8 ശിഷ്ടം 1 എങ്ങനെ മാറ്റി എഴുതും? പ്രധാന ഉത്തരമായ 2നെ പ്രധാന സംഖ്യയായിട്ട് എഴുതും. 2 2 അല്ലേ? ഇനി എപ്പോഴും താഴെ വന്ന സംഖ്യ അങ്ങനെ തന്നെ എഴുതണം. 4നെ താഴെ തന്നെ എഴുതണം. ഓക്കെ, പ്രധാന ഉത്തരമായ 2നെ പ്രധാന എണ്ണൽസംഖ്യയായിട്ട് എഴുതി. ഇനി താഴെ വന്ന 4 എപ്പോഴും താഴെ തന്നെ. എടാ അവൻ താഴെ തന്നെ. ഇനി ഇതാ ഈ ശിഷ്ടം മേളിലും 2ഉം 4 മീറ്റർ സ്ക്വയർ. എടാ വിസ്തീർണമായതുകൊണ്ടാണ് മീറ്റർ സ്ക്വയർ. നമ്മുടെ ശരി ഉത്തരം പറ. ഓപ്ഷൻ എ 2ഉം 4 മീറ്റർ സ്ക്വയർ. മനസ്സിലായോ? ദാ അടുത്ത ചോദ്യം. 9 രാജ്യങ്ങൾ പങ്കെടുക്കുന്ന ഒരു ക്രിക്കറ്റ് ടൂർണമെൻറ്റിൽ ടീമുകൾ പരസ്പരം ഒരു തവണ മാത്രം മത്സരിച്ചാൽ ആകെ എത്ര മത്സരങ്ങൾ ഉണ്ടാകും? മക്കളെ 9 രാജ്യങ്ങൾ മാത്രം പങ്കെടുക്കുന്ന ഒരു ക്രിക്കറ്റ് ടൂർണമെൻറ്റിൽ ടീമുകൾ പരസ്പരം ഒരു തവണ മാത്രം മത്സരിച്ചാൽ ആകെ എത്ര മത്സരങ്ങൾ ഉണ്ടാകും? ഞാൻ 9 രാജ്യങ്ങളെ ഞാൻ ലെറ്റർ കൊണ്ടൊന്ന് സൂചിപ്പിച്ച് കാണിച്ചു തരാം. ദാ എ എന്നൊരു രാജ്യം, ബി മറ്റൊരു രാജ്യം, സി ഡി ഇ എഫ് ജി എച്ച് 3 3 6 2 8 1 ഐ 9 രാജ്യം. ഓക്കെ മക്കളെ 9 രാജ്യങ്ങളാണ്. എ ബി സി ഡി ഇ എഫ് ജി എച്ച് ഐ എന്ന് പറഞ്ഞ 9 രാജ്യങ്ങൾ പരസ്പരം ഒരു തവണ മാത്രമേ മത്സരിക്കുന്നുള്ളൂ. എങ്കിൽ മൊത്തം മത്സരങ്ങളുടെ എണ്ണം എത്രയാണെന്ന് കണ്ടുപിടിക്കണം. നിങ്ങൾക്കറിയാം
എ എന്ന രാജ്യം എത്ര മത്സരങ്ങൾ കളിക്കാൻ പറ്റും? എത്ര മത്സരം കളിക്കാൻ പറ്റും? എ എന്തായാലും എയോട് മാത്രം എയോട് തന്നെ കളിക്കാൻ പറ്റുമോ? ഇല്ല, പറ്റത്തില്ല. എടാ അവന്മാരൊരു ടീമാണ്. ബാക്കിയുള്ള മക്കളെ 8 പേരോട് ഒരു കളി കളിക്കാം. ശരിയാണോ? എ എന്ന് പറയുന്ന ടീമിന് ബാക്കിയുള്ള 8 പേരോട് കളിക്കാം. ഇനി എ ആരോടാ? ബിയോടും സിയോടും ഡിയോടും ഇയോടും എഫോടും ജിയോടും എച്ചോടും ഐയോടും കളിച്ചാ. ഇനി അപ്പം എയുടെ കളി കഴിഞ്ഞു. ബി മക്കളെ എ വന്ന് ബിയോടൊരു കളി കളിച്ചില്ലേ? എടാ അവന്മാർ തമ്മിൽ ഒരു കളി കഴിഞ്ഞു. എടാ എ ബാക്കി 8 കളി കളിക്കുമ്പോൾ അതിനകത്തിൽ ഒരെണ്ണം ബി ആയിരുന്നു. എങ്കിൽ ബിക്ക് ഇനി എന്തായാലും എയോട് കളിക്കണോ? വേണ്ട. ബാക്കി എത്ര പേരോട് കളിച്ചാൽ മതി? എടാ ബാക്കി 7 പേരോട് കളിച്ചാൽ മതി. ശരിയാണോ? ബി സിയോടും ഡിയോടും ഇയോടും എഫോടും ജിയോടും എച്ചോടും ഐയോടും കളിക്കണം. ശരിയാണോ? അടുത്ത സിയുടെ കാര്യം ആലോചിക്കുക. എടാ എ വന്ന് സിയോട് കളിച്ച്, ബിയും വന്ന് സിയോട് കളിച്ച്. അപ്പോൾ ബിക്ക് 2 കളി കുറഞ്ഞു. ബാക്കി എത്ര? ബാക്കി ഇനി എത്ര മക്കളെ? ബാക്കി 3 6 പേരോട് കളിച്ചാൽ മതി. എടാ അപ്പം ഡിക്കോ? ഇനി പറ, ഡിക്കോ? ഇവരോട് 3 പേരോടും കളിക്കണ്ട. ബാക്കി 5 പേരോട് കളിച്ചാൽ മതി. അപ്പം ഇക്കോ? ബാക്കി 4 പേരോട്. എഫിനോ? ബാക്കി 3 പേരോട്. ജിക്കോ? ബാക്കി 2 പേരോട്. എച്ചിനോ? ബാക്കി ഒരാളോട്. ഐക്കോ? ആരോടും കളിക്കണ്ട. എല്ലാവരും ഇവിടെ വന്ന് ഇവനോട് മത്സരം കളിച്ചിട്ട് പോയവരാ. 0. എങ്കിൽ ഇവിടെ നടന്ന ആകെ മത്സരങ്ങളുടെ എണ്ണം മക്കളെ 8 + 7 + 6 + 5 + 4 + 3 + 2 + 1 + 0. തിരിച്ചു പറഞ്ഞാൽ 0, 1, 2, 3, 4, 5, 6, 7, 8 എന്ന സംഖ്യയുടെ തുക. നിങ്ങൾ പറ മക്കളെ, ഇതെന്താ? എടാ 0 മുതൽ 8 വരെ നമ്മൾ ഇതിനെ അഖണ്ഡ സംഖ്യകൾ അഥവാ ഹോൾ നമ്പേഴ്സ് എന്ന് വിളിക്കും. എടാ അഖണ്ഡ സംഖ്യകൾ അഥവാ ഹോൾ നമ്പേഴ്സ് എന്ന് വിളിക്കും. അഖണ്ഡ സംഖ്യകൾ എടാ 8 വരെ ആദ്യത്തെ 9 അഖണ്ഡ സംഖ്യകളാണ്. എടാ 0 ചേർത്ത് 8 വരെ ആകുമ്പോൾ 9 അഖണ്ഡ സംഖ്യകളാണ്. 0 ചേർത്ത് വരുന്ന സംഖ്യകളെ വിളിക്കുന്നവരാണ് അഖണ്ഡ സംഖ്യകൾ. എങ്കിൽ മക്കളെ ഇത് ആദ്യത്തെ 9 അഖണ്ഡ സംഖ്യകളല്ലേ? എടാ 9 പേര് പരസ്പരം ഒരു കളികൾ മാത്രമാണ് കളിക്കുന്നതെങ്കിൽ 9 അഖണ്ഡ സംഖ്യകളുടെ തുക എടുത്താൽ മതി. 9 അഖണ്ഡ സംഖ്യകളുടെ തുക എടുത്താൽ മതി. എടാ 10 ടീമുകൾ പരസ്പരം ഹസ്തദാനം ചെയ്യുന്നു എന്ന് പറഞ്ഞാലും ഹസ്തദാനം ചെയ്യുമ്പോഴും മക്കളെ ഇത് തന്നെ. എടാ ഹസ്തദാനം എന്നോ അല്ലെങ്കിൽ ഒരു ടീമായിട്ട് മാത്രം കളിക്കുന്നോ എന്ന് പറഞ്ഞാൽ മക്കളെ അഖണ്ഡ സംഖ്യകളുടെ തുക, ഹോൾ നമ്പറിന്റെ തുക എത്ര എന്നാ ചോദിക്കുന്നേ. മനസ്സിലായോ? എടാ ഹോൾ നമ്പറിന്റെ തുക കാണുന്ന മാർഗം n × n-1/2. ഓർത്തു വെച്ചു. n × n-1/2. പറ n × n-1/2. പറ n × n-1/2. എങ്കിൽ 9 രാജ്യങ്ങൾ പരസ്പരം ഒരു തവണ മാത്രം മത്സരിച്ചാൽ 9 അഖണ്ഡ സംഖ്യകളുടെ തുക, അതായത് 9 × 9 - 1 8/2. ഒരു തവണ 8നകത്ത് 4 തവണ 9 × 4 = 36. നിങ്ങളിതായത് എല്ലാം കൂട്ടി നോക്കിക്കോ മക്കളെ, 36 വരും. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. മനസ്സിലായോ? എടാ അഖണ്ഡ സംഖ്യകളുടെ തുക n × n-1/2. ക്ലിയർ? ഓക്കെ ആണെന്ന് കരുതട്ടെ. ക്ലിയർ ആണോ? അപ്പോൾ 9 രാജ്യങ്ങൾ പങ്കെടുക്കുമ്പോൾ 9 അഖണ്ഡ സംഖ്യകളുടെ തുക. ക്ലിയർ? ഇതാ അടുത്തത്. 24 കിലോഗ്രാം പഞ്ചസാര 7 പേർക്ക് തുല്യമായി വിരിച്ചാൽ ഓരോരുത്തർക്കും എത്ര കിലോഗ്രാം വീതം പഞ്ചസാര ലഭിക്കും? വളരെ സിമ്പിളാണ്. എടാ 24നെ 7 ഭാഗിക്കാൻ പ്രീവിയസ് ചോദ്യം ആയതുകൊണ്ട് മാത്രം കൊണ്ടുവന്നതാണ് മക്കളെ. 24നെ കറക്റ്റ് 7 ഭാഗിച്ചാൽ എന്താ? അത് ഏത് മിശ്രഭിന്നം വരും എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഒന്നുമില്ല, 24 കറക്റ്റ് 7 ഭാഗിച്ചാൽ ഓരോരുത്തരും എത്ര കിട്ടുമെന്ന് ചോദിച്ചാൽ ഇതിനകത്ത് ഏത് ഭിന്നസംഖ്യ വരുമെന്ന്. 24 നമുക്ക് 7 ചെയ്ത് നോക്കാം. 7 3 21 ശിഷ്ടം 3. ഇനി വേണ്ട കാര്യം, അവർ പോയിന്റ് ഇട്ടല്ല കൊടുത്തിരിക്കുന്നത്. ഇതിനെ മാറ്റുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ് പ്രധാന ഉത്തരം 3. അതിനെ പ്രധാന സംഖ്യയായിട്ട് എഴുതണം. പ്രധാന സംഖ്യയായിട്ട്. അപ്പം തന്നെ ഉത്തരം മനസ്സിലായി. എടാ പ്രധാന സംഖ്യയായിട്ട് 3 വരുന്ന ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ. ഏതാ? ഓപ്ഷൻ എ. ഇനി പറ എടാ 7 കൊണ്ട് ഹരിച്ചത്. അതായത് നമ്മൾ 24/7 ചെയ്ത 24/7 അല്ലേ? അപ്പം താഴെ വന്ന 7 മക്കളെ താഴെ തന്നെ. ശിഷ്ടം കിട്ടിയ 3 മുകളിലും. 3ഉം 7ൽ 3 കിലോഗ്രാം. 3ഉം 7ൽ 3 കിലോഗ്രാം. ഓപ്ഷൻ എ. ഇതാണ് ശരി ഉത്തരം. മനസ്സിലായോ? സിമ്പിൾ അല്ലേ? നല്ല കുറച്ച് ചോദ്യങ്ങളാണ് നിങ്ങളെ പരിചയപ്പെടുത്തിയത്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു വീഡിയോ ക്ലാസ് അവസാനം വരെ കണ്ടവരാണെങ്കിൽ
വരാൻ പോകുന്ന കേട്ടറ്റ് പരീക്ഷ നിങ്ങൾക്ക് സിമ്പിളായിരിക്കും. ഇനിയും നമ്മൾ ഇതേപോലുള്ള കുറേയധികം ടിപ്പുകളും ട്രിക്സുകളും നല്ല നല്ല ചോദ്യങ്ങളും കൊണ്ടുവരുന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു സീരീസ് നിങ്ങൾക്ക് തുടർച്ചയായിട്ട് കിട്ടാനും ഇനി മറ്റുള്ള കഴിഞ്ഞ ക്ലാസ്സുകൾ കാണാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് നമ്മളോടൊപ്പം ചേരുക. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട് തൽക്കാലം ഇവിടെ പറയുന്നു. ബൈ ഫ്രം വിശാഖ് പാവുമ്പ.